take me with you. We soar to infinity. ഹേ ആരുഷ് അല്ലേ? ആ അതെ. ഐ ആം ജോർജിയ. നൈസ് ടു മീറ്റ് യു. അറിയാം, കോൺഫറൻസ് റൂമിൽ വെച്ച് കണ്ടതല്ലേ. ഗ്ലാഡ് ടു മീറ്റ് യു ടു. തൻ്റെ കൂടെ ആരും കണ്ടില്ല, എൻ്റെ കൂടെ ഇപ്പോൾ ആരില്ല. എന്നാൽ കുറച്ച് ടൈം നമുക്കൊന്ന് കമ്പനി അടിച്ചാലോ? അതിനെന്താ, ആവാലോ. ഒരു 5 മിനിറ്റ്, ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഓക്കെ, താൻ പോയിട്ട് വായോ. ഹേ, ഡ്രിങ്ക്സ്? നോ താങ്ക്സ്. എന്താണോ ഇത്ര അടിപൊളി പാർട്ടി, അതും നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ST ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത പാർട്ടി, എന്നിട്ട് ജസ്റ്റ് ജ്യൂസാ? ഇത് പിടിച്ച് കമോൺ, ജസ്റ്റ് 1 സിപ്പ്. ഇത് തനിക്ക് വേണ്ടിയല്ലേലും എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് പ്ലീസ്. തനിക്കൊരു കമ്പനിക്കായിട്ട് വേണമെങ്കിൽ ഓക്കെ, തായോ. On the shooting started, you made me lighter, and now you hit my heart with the speed of light. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്നവരോ? അവരവിടെ? ഇല്ലടോ, അവരെത്തിയിട്ടില്ല. അവർക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എല്ലാവരും ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വന്നതാ. ഐ സി. വെയിറ്റ് എ മിനിറ്റ്, എനിക്കൊരു അർജന്റ് മെയിൽ അയക്കാനുണ്ട്, ഞാനിപ്പോ വരാം. ഓ ഷിറ്റ്, ഞാൻ ഫോൺ എടുത്തില്ല, റൂമിൽ വെച്ച് മറന്നു. ഓൾറെഡി എന്റെ ജോബ് ഒരു നൂൽപ്പാലത്തിലാണ്, ഇതും കൂടി ആയാലും തീർന്നു. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അയക്കേണ്ട ഒന്നാ. താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഇവിടെ ഇത്രയും പേരുള്ള കാരണം എനിക്ക് എന്തോ ഒരു പേടി ഒറ്റയ്ക്ക് പോകാനായിട്ട്. താനും കൂടി എന്റെ കൂടെ ഒന്ന് വരുമോ? അല്ലടോ, തനിക്ക് തന്റെ ബോസിനെയോ അല്ലെങ്കിൽ മാനേജറിനെയോ കൂട്ടി പോകുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി സേഫ്. അതെനിക്കറിയാം, പക്ഷെ സാർ ജോയിൻ ആയിട്ടില്ല. പിന്നെ ഡാനിയൽ, അവൻ എവിടെയാന്ന് കർത്താവിന് അറിയത്തുള്ളൂ. പിന്നെ തന്നെ കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നി, അതാ ചോദിച്ചേ. അല്ല, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നിക്കടോ, ഞാൻ വരാം. താങ്ക് യു സോ മച്ച്. താൻ അകത്തോട്ട് കയറി പോരെ. അവിടെ ഇരുന്ന് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തോ. എനിക്ക് കുറച്ച് ടൈം വേണ്ടി വരും, കാരണം ഫോൺ കറക്റ്റ് എവിടെ വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. അപ്പൊ നല്ലോണം ഒന്ന് നോക്കേണ്ട വരും, അതാ. ഓക്കെ. ഹലോ ഡാനി, നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. അവനപ്പം നിന്റെ റൂമിലുണ്ട്. ഞാൻ നിന്റെ റൂമിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. മോനെ, ഇന്നത്തോടു കൂടി നിന്റെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാം. എന്റെ മേൽ കൈവച്ചാനുള്ളത് നിനക്കൊന്ന് ഞാൻ തരുന്നുണ്ട്. ഡാനി, നീ നിന്റെ ജോബും സേഫാ. അത് സെറ്റാക്കി തന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ ഇവിടെ നിൽക്കണ്ട, ചെന്ന് പാർട്ടിയിൽ ജോയിൻ ആവാൻ നോക്ക്. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. നിന്നോട് ആദ്യം തന്നെ ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചതല്ലേ, അപ്പൊ നിനക്ക് പറ്റില്ല. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ ഇങ്ങനെ ഇവിടെ എത്തിക്കേണ്ട വന്നത്. പോരാത്തേന് നീ എന്നെ അടിക്കുകയും ചെയ്തു. അതിന്റെ വേദനയും എനിക്ക് മാറ്റണ്ടേ. അവനല്ലെങ്കിൽ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണേ. അതുകൊണ്ട് അവൻ എന്റെ കുട്ടന്റെ സ്നേഹം മനസ്സിലായില്ല. അതല്ലേ അവൻ അടിച്ചേ. നീ എങ്ങനെ ഇവിടെ? പാറുഷ് അവനെവിടെ? നീ അവനെവിടെ ചിക്ക? അവനല്ലെങ്കിൽ ഈ സ്നേഹമൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലാന്നേ. ഉണ്ടായിരുന്നെങ്കിൽ എന്നേ തിരിച്ചറിഞ്ഞാനെ. അത് പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിനക്ക് ഞാനില്ലേ, നമുക്ക് പരസ്പരം സ്നേഹിക്കാന്നേ. നീ അടുത്തോട്ട് വാടക്കുട്ടാ, നിന്നെ ഞാൻ ഒന്ന് സ്നേഹിക്കട്ടെ.
പൊന്നു മോനെ, പുന്നാര മോനെ, നിന്റെ അടുത്ത് അവൻ പച്ച മലയാളത്തിലല്ലടാ പറഞ്ഞത് വേണ്ടാത്ത പണിക്ക് നിൽക്കരുതെന്ന്. അതും പോരാണ്ട് അവൻ്റെ നിന്ന് നല്ലത് കിട്ടും ചെയ്തു. എന്നിട്ട് നിനക്ക് നന്നാവാൻ ഉദ്ദേശിച്ചില്ലാന്ന് വെച്ചാ അത് ശരിയല്ലല്ലോ. നീ തൊട്ടു നോവിക്കാൻ ശ്രമിച്ചത് എൻ്റെ മുതലിനെയാ. എൻ്റെനെ തൊടുന്നതിന് നന്നാർശകം കാണിക്കാതെ ഞാൻ വിടില്ല. നമ്മുടെ സെക്ഷൻ്റെ ടൈം കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് പോവാം. നിനക്കുള്ള അടുത്ത സെക്ഷൻ അവിടെ. വാടാ ഇങ്ങോട്ട്. ഉഫ്, ഇതിലും ഭേദവൻ അങ്ങ് തല്ലിക്കൊല്ലുന്നതായിരുന്നു. ഇനി ഇവനെ കൊണ്ടൊന്നിനും ഉപകാരമില്ല. നീ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെയായെന്നുള്ളത്. പറഞ്ഞു തരാം. എടാ, നല്ല മാതാപിതാക്കൾക്കുണ്ടായ മുടിയനായ പുത്ര, നീ വിചാരിക്കുന്ന പോലെ നിന്റെ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരല്ലടാ എല്ലാവരും. നോക്കണ്ട, അവരെല്ലാം അറിയിച്ച ഞാൻ തന്നെയാ. എടി, നീ കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ? അതെടാ, അത് തന്നെയാണ് സത്യം. നീ വിചാരിക്കും പോലെ അത്ര ക്യാരക്ടർലെസ് അല്ല ഞാൻ. ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാനായിട്ട്. നീ ഓഫീസിലടക്കം പലയിടത്തും കാണിക്കാറുള്ള ചെറ്റത്തരങ്ങൾ പലതും എനിക്കറിയായിരുന്നു. പക്ഷെ ഒന്നിനും പ്രൂഫ് ഉണ്ടായിരുന്നില്ല. ആരും ഒന്നും തെളിയിക്കില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നിനക്കുണ്ടായിരുന്നു. നീ ചെയ്യുന്നത് പലതും പുറത്തു കൊണ്ടുവരാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് നടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മിസ്സാക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി ഒരാളുടെ ലൈഫ് വെച്ച് നീ കളിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ ഇവരെല്ലാം ഞാൻ അറിയിച്ചത്. അപ്പം നിന്റെ മൈൻഡിലൊരു ക്വസ്റ്റ്യൻ കാണും. നീ നേരത്തെ കണ്ടതൊക്കെ നീ എല്ലാം ദൂരത്തുനിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അയ്യടാ, അത് നീ കൊടുത്ത ഐറ്റം അല്ല അവളതിൽ മിക്സ് ചെയ്തത്. അത് ഞങ്ങൾ കൊടുത്ത ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നടാ. നീ ചെയ്തത് നല്ലതിനല്ല ജോർജിയ. നീ മാത്രല്ല, നിങ്ങളെല്ലാവരും അനുഭവിക്കും. ഉഫ്, ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല അവന്. എടാ, ആദ്യം നീ നിന്റെ അവസ്ഥ നോക്ക്. നീ ആദ്യം നിന്നെ തന്നെ സ്വയം രക്ഷിക്കാൻ നോക്ക്. എന്നിട്ട് ഞങ്ങൾക്കിട്ടുണ്ടാക്കാൻ വാ. നിങ്ങളെല്ലാവരും ഇതിനെ റിഗ്രറ്റ് ചെയ്യും. കൂടിപ്പോയാൽ നിങ്ങൾ എന്നെ ജയിലിൽ കയറ്റും. അവിടെ നിന്നൊക്കെ പുഷ്പം പോലെ ഞാൻ ഊരിപ്പോരും. അത് നിന്റെ വെറും തോന്നല. നീ ഇനി പുറം ലോകം കാണില്ല. ആന്റണി, നീ ഇത് കണ്ട? ഇവരെല്ലാവരും കൂടി എന്നെ വെറുതെ പലരിൽ നിന്ന് പലതും കേട്ടു. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ അനിയൻ അങ്ങനെ ആയിരിക്കില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും നിനക്ക് വേണ്ടി നിൽക്കില്ല. പകരം നിനക്ക് എതിരായിട്ട് ഞാനുണ്ടാവും. ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത് അത് ആരാണെങ്കിലും, എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും സ്വന്തമാണെങ്കിലും, അവരിതുപോലെ പുറത്ത് നടക്കാൻ പാടില്ല. അവർക്കുള്ള സ്ഥലം ജയിലിൽ തന്നെയാ. ആന്റണി, പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഐ സ്വെയർ, ഞാൻ നന്നായിക്കൊണ്ട്. പ്ലീസ്. നിനക്ക് തരേണ്ടതിൽ കൂടുതൽ അവസരങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ഒരു അവസരം നിനക്കില്ല. പോലീസ് കൊണ്ടുവന്നതിന് മുന്നേ അവൻ ഇനി ആർക്കെങ്കിലും സ്നേഹിക്കാനുണ്ടെങ്കിൽ ആവാം. ഇനി ഇതുപോലെ എന്നോടൊന്നല്ല ഒരാളോടും നീ കാണിക്കില്ല. അതിനെന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ പിന്നെ ഇവനെ താഴ്ത്ത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന പോലീസിൻ്റെ ഇവനെ ഏൽപ്പിച്ച് ബാക്കി പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വരാം. നടക്കട അങ്ങോട്ട്. ജോർജിയ, എടോ, ഞാൻ ഹേ സാർ,
എനിക്കറിയാം സാർ പറഞ്ഞതെല്ലാം ആ ദേഷ്യത്തിലാണ് പറഞ്ഞതെന്ന്. പിന്നെ എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആ പ്രൊജക്റ്റിനും അതിന്റെ പ്രസന്റേഷനും ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും പറയില്ല. സാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരിക്കലും മിക്സ് ചെയ്യരുതെന്ന്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കായില്ല. അതിൽ എൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ടായി. അതിൻ്റെതായ പല ഇതുകളും ആ പ്രസന്റേഷനിലും അതുപോലെ തന്നെ പ്രൊജക്റ്റിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെറിയോണിൽ ഞാൻ വേണ്ട സാർ. എടോ അത് അങ്ങനെയല്ല. ആ ടൈമിലൊരു പ്രഷറിലും ദേഷ്യത്തിലും ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്, അല്ലാതെ സീരിയസ് ആക്കി പറഞ്ഞതൊന്നല്ല. പിന്നെ താനിന്ന് ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ കമ്പനീനെ അവിടെയുള്ള നമ്മുടെ സ്റ്റാഫിനെ നല്ല രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റും. അതിനുള്ള കഴിവ് തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ താൻ നമ്മുടെ കമ്പനി വിട്ടു പോകുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ആലോചിക്കേണ്ട. തന്നെ ഞാൻ വിടത്തില്ല സാർ. അതെടോ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാര്യമായി തന്നെ പറഞ്ഞതാണ്. ഇനി ചെന്ന് പെട്ടി പാക്ക് ചെയ്യാൻ നോക്കിക്കോ, നാളെ നമുക്ക് പോകേണ്ടതാ. ഓക്കെ സാർ. നീ ഉണ്ടായതൊക്കെ ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞെങ്കിൽ ഇത് ഇത്രത്തോളം എത്തില്ലായിരുന്നു. അതിനെങ്ങനെയാ എല്ലാം സ്വന്തമായി ചെയ്യാന്നുള്ള അഹങ്കാരമില്ലേ നിനക്ക്? ആരും വേണ്ടല്ലോ. ഈ കാര്യത്തിൽ ഞാൻ സിയാൻ സാറിൻ്റെ കൂടെയാണ്. ആൾ പറഞ്ഞത് കറക്റ്റാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴതും തുറന്നു പറയണം ആരോടെങ്കിലും ഒരാളോട്. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്തായി തീരുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വിട്ടേക്ക് ലക്ഷ്മി. പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവൻ്റെ തലയിലൊന്നും കയറില്ല. ഇവന് തോന്നിക്കാണേ അവനൊരു പാവാണ്, സ്നേഹം കൊതിക്കുന്നൊരു മനസ്സവനുണ്ട്. വെറുതെ വിട്ടേക്കാം. അല്ലെങ്കിലും ഇവൻ പുണ്യാത്മാവാണല്ലോ. എൻ്റെ അടുത്ത് മാത്രമേ സാത്താൻ്റെ രൂപം എടുക്കുള്ളൂ. ഞാൻ മിണ്ടുന്നില്ല എന്ന് വിചാരിച്ച് വല്ലാണ്ട് എൻ്റെ തലയിൽ കയറാൻ പോരെടുത്തിട്ടോ. ഞാൻ പറഞ്ഞതുള്ളതാ. വേറൊരു സൈഡിൽ കൂടി നോക്കുകയാണെങ്കിൽ അവനും എൻ്റെ പോലെ തന്നെ പാവം. ബുദ്ധിയില്ല വിവരമില്ല. അതുകൊണ്ടല്ലേ ഞാൻ റൊമാൻറ്റിക്കായി നിന്നെ നോക്കിയത്. നീ മിണ്ടാണ്ടിരുന്നോ? അത് നടക്കില്ല. നിന്റെ പോലെ ആവശ്യമില്ലാത്തതിന് മിണ്ടാനും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല. ഇതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്ത് നന്നാവാൻ നോക്ക്. എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ നോക്കാന്നുള്ള ഒരു വിചാരം മാറ്റ്. ശരിയാ, മിക്ക കാര്യങ്ങളും അങ്ങനെ നടക്കും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല. ലക്ഷ്മി, ഇവനൊന്നും നിന്റെ കൂടെ നിൽക്കട്ടെ, എൻ്റെ അടുത്തേക്ക് വിടണ്ട. വന്നാൽ ഞാൻ വല്ലതും വിളിച്ച് പറയും. അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചോ. നാളെ രാവിലെ തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ളതാ. അപ്പോൾ ഗുഡ് നൈറ്റ്. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞത് കാര്യമാണ്. ഇതിപ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ജോർജി എല്ലാം പറഞ്ഞില്ലെങ്കിൽ ആരും ഒന്നും അറിയില്ല. എന്തുണ്ടാവാന്ന് നീ ആലോചിച്ചിട്ടുണ്ടാ? മതി നിർത്ത. ശരിയാ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. ഞാനാണ് തെറ്റ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ തലയിലൊന്നും കയറില്ല. നിർത്ത. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടെ. മാറി നീ. നിങ്ങളിവിടെ വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളെങ്കിലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മിസ് ചെയ്യും നിങ്ങളെ. അത് ശരിയാണ്, ഞങ്ങളും നിന്നെ മിസ് ചെയ്യും. പിന്നെ ഇനി നമുക്ക് ഇടയ്ക്ക് കാണാമല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് ഇടയ്ക്ക് കാണാം, വിളിക്കാം, സംസാരിക്കാം. എനിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ മൂന്നാളെയും ഒരുമിച്ച് വേണം. അതിൻ്റെ വൈബൊന്ന് വേറെ തന്നെയാണ്. പിന്നല്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാന്നേ. എന്നാൽ ശരിടാ, നമുക്ക് പിന്നെ കാണാം. ടേക്ക് കെയർ. നിങ്ങളും ടേക്ക് കെയർ. ബൈ. ഓ മൈ ഗോഡ്, ഇതേത് സ്ഥലം? ഞാൻ ഇങ്ങനെ വെള്ളത്തിലെത്തി. ഐ എം റിയലി സോറി. ഞാനിവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറയാവുന്നപ്പോൾ കാല് തെറ്റി വീഴാൻ പോയി. പറയാതെ സോറി. അത് വളരെ നന്നായി. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഇനി നീ ആകാനാണോ എൻ്റെ കാലനെന്ന് എനിക്കൊരു ഡൗട്ടില്ല. അതില്ല. ഓഹോ, അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിനക്കിത് വന്നാൽ പോരാ, ഇതിലും വലുത് വരാം. എന്താഗ്രഹം കർത്താവേ, ഏത് നേരത്താണോ എന്തോ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവിടെ കിടക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അവിടെ കിടന്നു. ഈ എണീറ്റ് പോരാണെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓതി വരണം.
അത് പിന്നെ കാറ് അല്ല, ഇതെവിടെ പോയി കാറ്? ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം നീ ഇത് മനഃപൂർവ്വ നീ എന്നെ കൊല്ലാൻ നോക്കല്ലേ? എനിക്കിപ്പോ മനസ്സിലായി എന്റെ കാലം നീ തന്നെയാ. കർത്താവേ. എടോ അങ്ങനെയല്ല, അവിടുന്ന് ശരിക്കൊരു കാറ് വരുന്നുണ്ടായിരുന്നു. അത് തന്നെ ഇടിച്ചാനേ, അത് ഞാൻ രക്ഷിച്ചതാ. പക്ഷെ അതെവിടെ പോയെന്ന് എനിക്കറിയില്ല. നിനക്ക് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞാ പോരെ? അനുഭവിക്കുന്നത് മൊത്തം ഞാനല്ലേ? അയ്യോ. ഇനി അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കാണ്ട് വായോ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. പാൽക്കുപ്പി. ഓ മൈ ഡിയർ പൊണ്ടാട്ടി. I missed you. I missed you too. എടാ, ഒന്നുമില്ലെങ്കിലും കെട്ട് കഴിയാത്തൊരു കൊച്ചിന്റെ മുന്നിൽ നല്ല ഈ പ്രകടനമൊക്കെ കാണിക്കുന്ന കേറി റൂമിൽ പോടാറുണ്ടും. ഓ പിന്നെ നിന്റെ കെട്ടല്ലേ കഴിയാത്ത, ബാക്കിയൊക്കെ കഴിഞ്ഞതല്ലേ? വൃത്തികെട്ടവന് കേറിപ്പോടാ. അല്ലെങ്കിൽ ഞങ്ങൾ പോവാണ്. വായു എന്റെ ഭാര്യ, നമുക്ക് പോകാം. ഒരു ദിവസം അവസാനിക്കണമെങ്കിൽ എന്തൊക്കെ കാണണം എന്റെ ദൈവമേ. ഞാനൊന്നൊന്ന് പുറത്തേക്ക് പോവാം. റിച്ചും ജോയും വണ്ടി കംപ്ലൈൻ്റ് ആയി വഴിയിൽ കിടക്കുന്നുണ്ട്. അവരെ 2ആളും പിക്ക് ചെയ്ത് വീടുകളിലാക്കിയിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടാണോ വന്നേ? അല്ലെങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വായോ, ഞാൻ എടുത്ത് വയ്ക്കാം. ഇല്ല, ഫുഡ് കഴിച്ചിട്ടാ വന്നേ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എന്താ മോനെ ഇങ്ങനെ വൃത്തികെട്ട രീതിക്ക് നോക്കുന്നേ? എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? വൃത്തികെട്ട രീതിയാ? ഇതാ അടിപ്പാവി, ഇത് റൊമാൻറ്റിക് അടി. ഓ ഐ സി. അല്ല, എന്റെ പാൽക്കുപ്പി എന്തിനാ ഈ അവിഞ്ഞ റൊമാൻസ് ഇറക്കുന്നേ? அது நம்ம இப்போ வரைக்கும் ஃபர்ஸ்ட் நைட்டாக செலிப்ரேட் பண்ணலை. அப்போ இன்னைக்கு அது நம்ம ஃபர்ஸ்ட் நைட்டாக செலிப்ரேட் பண்ணலாமா? ഓ, അപ്പൊ അതാണ് ആ ദുരുദ്ദേശം. അത് മാമ, നീ ഇപ്പവും ചിന്ന കളന്തേ. നീ വളര്, ഈ പാൽക്കുപ്പി പ്രായത്തിൽ നിന്ന് വളര്. എൻ്റെ പാൽക്കുപ്പി എന്ന് വലുതാവുന്നോ അന്ന് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. മേ ബി ഒരു 10 years ഒക്കെ എടുക്കുമായിരിക്കും. അതിലും ഭേദം ഞാൻ കുഴിയിൽ കയറിയിട്ട് ആലോചിക്കുന്നതല്ലേ? അങ്ങനെയും പറയാം. അല്ലേ വേണ്ട, ഇത്രയും വലിയൊരു കാര്യം ചോദിച്ചതല്ലേ, അപ്പോൾ ചെറിയൊന്നും ഞാൻ തരാം. നിൽക്ക. ഇതെങ്ങനെ കിട്ടിയല്ലോ, ഭാഗ്യം. തൽക്കാലത്തേക്ക് ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് പണിക്കൊണ്ട്. എന്നാ എൻ്റെ പാൽക്കുപ്പി പോയി ചാച്ചിക്കോ. ചേച്ചിക്ക് മറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ജാമ്പവാന്റെ കാലത്തുള്ള വണ്ടിയും കൊണ്ട് നടന്ന ഇതുപോലെ നാട്ടു റോട്ടിൽ നിൽക്കേണ്ട വരും. ഈ കുറ്റം പറയുന്ന ആ ജാമ്പവാന്റെ കാലത്തുള്ള വണ്ടിയും കൊണ്ടാണ് ഞാൻ ഇതുവരെ നടന്നത്. അത് ഇതുവരെ ഒരു പണി തന്നിട്ടില്ല. ചില മൂത്ത് നിറച്ചവരെ കയറ്റിയതിന് ശേഷമാണ് അത് പണി തന്നത്. എന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നം എന്നോടല്ല. നീ അതെനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇട്ട് വെച്ചതല്ലേ? അങ്ങനെ തോന്നിയാ? എന്നതുള്ളത് തന്നെയാ. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് ഇട്ട് തന്നെ വെച്ചതാ. ഡാഡാ ചെക്ക, നീ എന്നെ വല്ലാണ്ട് അങ്ങ് ഓൾഡാക്കല്ലേ. നമ്മൾ തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. കൂടി പോയ 2-3 വയസ്സിന്റെ. എന്നാലും അതില്ലേ, 2-3 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത്രയും വർഷത്തിന്റെ ഗ്യാപ്പൊക്കെ. ഒന്നും മിണ്ടാതിരിക്കാവോ? ആരുഷിപ്പ് വരും. അത് കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് എന്നെ സഹിക്കണ്ട. അത് ഓർക്കുമ്പോഴാ എനിക്കൊരാശ്വാസം. അയ്യോ, കാറ്, ചെടിവെള്ളം. എടാ, നീ എന്നെ സോറി, അത് പിന്നെ ചെളിവെള്ളം കിടന്ന കാരണം. നീ ഇവിടെ കൊട്ടുമോക്കാനെ അലവലാതി മാറി. നിന്നോടും ദൈവം ചോദിക്കടാ. അതേ, ഇത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. നീ എനിക്ക് രാവിലെ തന്ന പണികളുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. അപ്പോ നീ തന്നതിന് പകരമായി ഞാൻ തന്നെന്ന് വിചാരിച്ചാൽ മതി. കാര്യം കഴിഞ്ഞു. ഇതിവിടം കൊണ്ട് അവസാനിച്ചു നീ കരുതണ്ട. ഇനിയും പണികൾ തുടർന്നു കൊണ്ടേയിരിക്കും.
ഹേ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ? നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. അവള് തല്ലിക്കൊന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനങ്ങ് കൂട്ടിയിട്ട് കത്തിച്ചോണ്ട്. അല്ല, നിങ്ങൾ രണ്ടാളും നിന്നെ എന്നെ കൊല്ലാൻ നോക്കുന്നേ? നീ ആദ്യം വണ്ടി എടുക്കുക, എന്നിട്ട് ഈ മാഡത്തെ കൊണ്ട് വീട്ടിലാക്കുക. അത് കഴിഞ്ഞ് എന്നെയും ബാക്കിയെല്ലാം ഞാൻ ഓഫീസിൽ വെച്ച് നാളെ പറയാം. ഓക്കെ, സെറ്റ്. ആദ്യം നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ പറയും, അത് കഴിഞ്ഞ് ഇവിടുത്തെ പറയാം. അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയാം. അത്രയൊക്കെ ഉണ്ടായില്ല അവിടെ. എൻ്റെ പൊന്നോ ആരോ, നീ ഇതൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയി കാണാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ശ്രദ്ധിക്കേ. അത് ഞാൻ നോക്കിക്കൊണ്ട്. അല്ല, ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ പറയും. നിങ്ങൾ രണ്ടാളും എന്തായാലും നിന്നെ ചാടി കടിക്കാൻ വന്നേ? അതോ, പറഞ്ഞുതരാടാ നിനക്ക്. എന്റെ പൊന്നേ, ഇതിപ്പോ എല്ലാവർക്കും എവിടെ ചെന്നാലും കണ്ടൊക്കെ ശരിയാണല്ലോ. കൊള്ളാം. ഉണ്ടാതിരിയടാ, അവന്റെ നോട്ടം കണ്ടില്ലേ? സാറ് കലിപ്പില്ല. ഇത്തവണത്തേക്ക് ഞാൻ വെറുതെ വിടും എല്ലാത്തിനും. ഇനി മേല അവളുടെ കൂടെ ഒരു കാര്യത്തിന് ഞാൻ പോയില്ല. ഓക്കെ ബോസ്. കൺഗ്രാറ്റുലേഷൻസ് ഗായ്സ്. എനിക്ക് നിങ്ങളുടെ നല്ല പ്രതീക്ഷയായിരുന്നു, അത് നിങ്ങൾ തെറ്റിച്ചതുമില്ല. ഈ ഡീൽ നമുക്ക് തന്നെ കിട്ടി. ലക്ഷ്മി, ഇതിൽ നിന്ന് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഇടയിൽ ഞാനും സെയും ഉണ്ടാവും. പിന്നെ അറിയാലോ, നെക്സ്റ്റ് വീക്ക് എൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും വരണം. അതുവരെ ഞാനും സെയിം ഓഫീസിലോട്ട് വരില്ല. പക്ഷെ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്തോ. എന്താണ് മോനെ ഒരു വിഷാദമൊക്കെ? ഓഫീസിലാണെങ്കിൽ ചീണ്ടില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ വീട്ടിലങ്ങനെയായോ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാ. ഉവ്വ, അത് കണ്ടാലും പറയും. എന്താടാ കുട്ടാ, നിനക്ക് ബോസിന് മിസ് ചെയ്യുന്നുണ്ടോ? ഐ മീൻ സിയാൻ സർ. ഓ പിന്നെ എന്തുവാടാ, അങ്ങനെ മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 2-3 ദിവസം കഴിഞ്ഞ് കാണാലോ മാമിന്റെ കല്യാണത്തിന്. ഇത് അല്ലെങ്കിൽ എന്റെ മൂഡ് ശരിയല്ല. അതിന്റെ ഇടയ്ക്കൂടെ നീ വേണ്ടാത്ത ടോപ്പിക് എടുത്തിട്ടല്ലേ. ഇനി ഇവിടെ ഇരുന്ന് ശരിയാവില്ല. ഞാൻ റൂമിൽ പൊക്കോണ്ട്. നീ ഇത് നിർത്തത്തില്ല. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും, അത് സെറ്റാവില്ല. ലക്ഷ്മി, സെയിം അവനുമായിട്ട് എന്താ പ്രശ്നം? അന്നിവിടെ ആനിവേഴ്സറിക്ക് വന്നപ്പോഴേ അവരുടെ രണ്ടാളുടെയും പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. എന്താണ് കാര്യം? ചേട്ടച്ച, അത് ലക്ഷ്മി, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ, എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. ഓക്കെ ചേട്ടച്ച, ഞാൻ എല്ലാം പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിത് ഞാൻ നോക്കിക്കൊണ്ട് എന്ത് വേണമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനിതറിഞ്ഞ കാര്യം വേറെ ആരും അറിയണ്ട. ഓക്കെ ചേട്ടച്ച. നിന്റെ ആരോന്റെ ഇടയിലുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ലക്ഷ്മി എല്ലാം എന്നോട് പറഞ്ഞു. പക്ഷെ അതെല്ലാം ആര് പറഞ്ഞു കേട്ടത് വെച്ചിട്ടുള്ള കാര്യങ്ങളാ. ഒരു സൈഡ് മാത്രം കേട്ടൊന്നും തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ. അതാ എനിക്ക് നിന്റെ സൈഡും കൂടി കേൾക്കണം തോന്നിയത്. നിനക്ക് എന്നോട് ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. തുറന്നു പറയാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ ഭാഗം കേൾക്കണം. എല്ലാം തുറന്നു പറയാൻ ഞാൻ എന്നേ റെഡിയായിരുന്നു. പക്ഷെ എന്നെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനെല്ലാം പറയാം. എനിക്കറിയില്ലടാ നിന്നോട് എന്താ പറയണ്ടേന്ന്. നിങ്ങളുടെ രണ്ടാളുടെയും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും ശരികളാണ്. പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരും ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ ഇഷ്ടം അതാണ് എനിക്ക് പ്രധാനം. അതിനു മുന്നിൽ മറ്റുള്ളതൊന്നും ഞാൻ നോക്കില്ല. ഇതിപ്പോൾ അവന് നിന്നെ വേണമെന്ന് പറയായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ നടത്തി കൊടുത്തേനെ. പക്ഷേ അവനിനി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. നിന്നെ എനിക്ക് മനസ്സിലാവും. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടാളും വേദനയ്ക്കത്തേ ഉള്ളൂ. അവനാണെങ്കിൽ നാളെ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കാനുള്ളതാ. അവൻ്റെ ലൈഫിൽ മറ്റൊരാൾ വരും. നിനക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇനി ഇങ്ങനെ നിന്ന് വേദനിക്കുന്നത് എന്തിനാ? ഇതിന് തൽക്കാലത്തേക്കൊരു സൊല്യൂഷൻ ഞാൻ പറയാം. നീ കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കുക. എന്നേക്കായിട്ടല്ലെങ്കിലും അവൻ്റെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നീ ഒന്ന് മാറി നിൽക്ക്. അല്ലെങ്കിൽ ഒന്നും ഒരിക്കലും ശരിയാവില്ല. ഇത് ഞാൻ നിന്നെ പേടിപ്പിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു റിക്വസ്റ്റാണ്. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യാം. ഇല്ല, സാറ് പറയുന്നത് കറക്റ്റാ. എനിക്ക് മനസ്സിലാവും. ഇത് ഞാൻ മുന്നേ ആലോചിച്ച് വെച്ച കാര്യമാണ്. ഒരിക്കലും എനിക്ക് അവൻ്റെ ലൈഫിൽ മറ്റൊരാൾ കടന്നു വരുന്നത് കണ്ടു നിൽക്കാനാവില്ല. എന്താണെങ്കിലും ഞാൻ മാറി നിൽക്കാം. പക്ഷേ റബേക്ക, അവളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം. ഇനിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഈ സാറ് വിളി വേണ്ട കേട്ടാ. എല്ലാവരും വിളിക്കുന്നത് പോലെ ചേട്ടച്ചെന്ന് വിളിച്ചാൽ മതി. ഓക്കെ ചേട്ടച്ച.
നീ എന്താ പറയുന്നതെന്ന് എനിക്കറിയോ? ഇല്ല, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ അങ്ങോട്ടും വിടില്ല. നീ വെറുതെ വാശി പിടിക്കണ്ട. ഞാൻ തീരുമാനിച്ച കാര്യം. അതിനി ഒരു മാറ്റവും ഇല്ല. അതുമാത്രമല്ല, ഞാൻ പോകുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ. നിങ്ങളുടെ രണ്ടാളുടെ ലൈഫിലെ ഇത്രയും സ്പെഷ്യലായിട്ട് ഞാൻ എങ്ങനെ മിസ് ചെയ്യുന്നത്? അതിനുശേഷം എനിക്ക് എൻ്റേത് മാത്രമായ ഒരു ലോകത്തേക്ക് പറക്കണം. ഇനി ഇവിടെ നിന്ന് വേദനിക്കാൻ എനിക്ക് വയ്യടി. ഞാൻ എൻ്റെ മാക്സിമം നോക്കി, നടക്കില്ല. അവൻ്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹമുണ്ട്, എനിക്കറിയാം. പക്ഷെ അതിനൊപ്പം വെറുപ്പും ദേഷ്യമുണ്ട്. ഇനി അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള വെറുപ്പ് കണ്ട് ഇനി ഇവിടെ എനിക്ക് നിൽക്കാനാവില്ല. അതുമാത്രമല്ല, അവൻ്റെ ലൈഫിലേക്ക് ഇനി മറ്റൊരാൾ വരും. അത് കണ്ട് നിൽക്കാൻ ഒരിക്കലും എന്നെ കൊണ്ടാവില്ല. ഞാൻ ആദ്യം കൂടി തകർന്നു പോവും. അതിലും ഭേദം ഞാൻ മാറി നിൽക്കുന്നതാ. നീ എന്നെ തടയരുത്. ആ ശരി, നിനക്കതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ആയിക്കോ, ഞാൻ തടയില്ല. എന്നാ പോകുന്നേ? നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് ആ പരിപാടി കഴിഞ്ഞാൽ അന്ന് ഈവനിങ് ഞാൻ പോവും. ആ, എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഓക്കെ ആയിരിക്കണം. മൈൻഡൊക്കെ സെറ്റായി എല്ലാം ഫേസ് ചെയ്യാൻ ഓക്കെ ആയി തോന്നുമ്പോൾ തിരിച്ചു വരണം. വരും. കുറച്ചധികം ടൈം എടുക്കും ചിലപ്പോൾ. എന്നാലും ഞാൻ വരും. അതുവരെ നിങ്ങളാരും ഞാൻ കോണ്ടാക്ട് ചെയ്യില്ല. നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ.